നമ്മളിന്ന് ഫാമിലിയായിട്ട് മൈസൂർ ട്രിപ്പ് പോവുകയാണ്. അപ്പം ഇപ്പോഴത്തെ ടൈം 2:48 3 മണിയാകുമ്പോൾ കാറ് വരാനാണ് പറഞ്ഞാൽ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ വന്ന് യാത്ര പുറപ്പെട്ട്. എർട്ടിക ആയിരുന്നു കേട്ടോ വണ്ടി, 7 സീറ്ററാണ്. പിന്നെ ഞാൻ, നന്ദുമോള്, ലച്ചൂസ്, ചേച്ചീൻ്റെ മോള്, അമ്മ, അച്ഛൻ്റെ പെങ്ങളെ മോള് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വരുന്ന 3 മണിക്ക് കറക്റ്റ് ഇറങ്ങിയോണ്ട് തന്നെ നല്ല എന്താ പറയുക, നല്ല അടിപൊളി വൈബായിരുന്നു. നമ്മൾ ഈ വയനാട് ചുരമൊക്കെ കയറുമ്പോൾ നല്ല കോട നിറഞ്ഞിട്ട് ഒരു ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ വ്യൂ പോയിന്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഈ ഓരോരോ പാട്ടായിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാടാകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ ഞാൻ ഓരോ പാട്ടായിട്ട് ഓരോരോ സ്ഥലത്തിൻ്റെ ഓരോരോ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഓരോരോ വീഡിയോസാണ് ഇടുന്നത്. അതായത് സൂ, വൃന്ദാവൻ ഗാർഡൻ, അങ്ങനെ പാട്ട് 1, 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഈ മുത്തങ്ങ ആ ഒരു ഫോറസ്റ്റിൻ്റെ ആണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് വരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാരണം ആ ഒരു 3 മണിക്ക് പുലർച്ചെ 3 മണിക്ക് ഇറങ്ങിയോണ്ട് തന്നെ മാൻകൂട്ടങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതായത് നമുക്കിങ്ങനെ തൊടാനുള്ള അടുത്തുള്ള ദൂരത്ത് തന്നെ. പക്ഷേ ആ ഒരു ഏരിയയിൽ നമുക്ക് വണ്ടി നിർത്തിയാൽ ഫൈനാന്നുള്ളതുകൊണ്ട് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര കോടയായിരുന്നു, അടിപൊളിയായിട്ട്. പിന്നെ ആനേനെ കണ്ട്, മയിൽ, അങ്ങനെ ഒരുപാട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് എത്തി, ബന്ദിപ്പൂരൊക്കെ എത്തിയപ്പോൾ സൂര്യകാന്തി അതിൻ്റെയൊക്കെ തോട്ടം ഉണ്ടല്ലോ, സൂര്യകാന്തി തോട്ടത്തിൽ നിന്നിട്ട് ശ്രീമോളും നന്ദൂസും ലച്ചൂസൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് വെച്ചാൽ ഈ മുത്തങ്ങ അതിലൂടെ പോകുന്ന ആ ഒരു ഇതായിരുന്നു കേട്ടോ. അടിപൊളി തന്നെയായിരുന്നു. അടിപൊളി വെച്ചാൽ അടിപൊളി വൈബാണ്. അപ്പോൾ ഈ ഒരു മൈസൂർ പോകുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ ഒന്ന് എന്തൊക്കെയാണ് അവിടെയുള്ള കാഴ്ചകൾ എന്ന് കാണണമെങ്കിൽ ഞങ്ങൾ ചാനലിൽ കയറിയിട്ടൊന്ന് നോക്കുക. കണ്ടില്ല, ഇത്ര തൊട്ടടുത്തുനിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ മാനിനെയൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടിപൊളി എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ എന്താ പറയണ്ടേന്ന് വാക്കുകൾ കിട്ടുന്നില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളൊരു ട്രാവൽ ആൻഡ് ടൂറിസം ഏൽപ്പിച്ചതാണ്. അവരും നല്ല സപ്പോർട്ടായിട്ടുള്ള ഒരു ഡ്രൈവറെയാണ് കിട്ടിയത്. ഫഹദ് എന്നാണ് പേര്. നമുക്ക് എന്താ പറയുക, ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയായിരുന്നു നമുക്ക് ഫീൽ ചെയ്തത്. അവർ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടും അങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അവരെ കോണ്ടാക്ട് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ കണ്ടില്ലേ, ഇങ്ങനത്തെ ഈ ഒരു റൂട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ ആർക്കാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കാതെക്കാൻ പറ്റുക. അത്രയ്ക്ക് വെച്ചാൽ നല്ല അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടാവും. എനിക്കത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഈ ഒരു റൂട്ടൊക്കെ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഒരുപാട് തവണ അടിപൊളി എന്ന് പറയുന്നത്. കാരണം അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് എന്താ പറയുക, നല്ല വൈബായിരുന്നു കേട്ടോ. നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ, ഞങ്ങളൊക്കെ ഇറങ്ങി ഒരു മോർണിംഗ് 3 അല്ലെങ്കിൽ 4 o'clock ഇറങ്ങാൻ നോക്കാതാകുമ്പോൾ കണ്ടില്ല, അധികം ബ്ലോക്കോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 days ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തത്. മൈസൂരുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും, ഫേമസ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കയറി കണ്ടിട്ടുണ്ട്, ഒന്നും മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓരോരോ സ്ഥലത്തിൻ്റെ ഓരോരോ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് പാർട്ട് 1 ആയിട്ട് കാണുക. പിന്നെന്താ പറയുക, ഒരുപാട് നല്ല തണുപ്പാട്ടോ എന്തായാലും ഈ ഒരു മുത്തങ്ങ ഈ ഒരു വഴിയിലും. അതാണ് എല്ലാവരും പറയണത്, മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് നല്ല തണുത്ത കാലാവസ്ഥയായിരിക്കുന്നു. പിന്നെ അത് ആന 1-2 ആനേനെ കണ്ടിട്ടുള്ളൂ. ഒരുപാട് മയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കടുവനെ കണ്ടിട്ടില്ല കേട്ടോ, കാണാൻ നന്നായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊന്നും ബോധം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ അടുത്ത വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. പാർട്ട് 2 ഞാൻ സൂ ആണ് കേട്ടോ വിചാരിക്കുന്നത്. സൂ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒന്നൊന്നര സൂ തന്നെയായിരുന്നു. കാരണം അവിടെ ഇനി നമ്മൾ എവിടെയും പോകണ്ട, ഇനി പല മൃഗത്തിനെയും പക്ഷികളൊന്നും കാണാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു മൈസൂർ സൂവിലൊന്ന് പോയാൽ മതി. എല്ലാ മൃഗങ്ങളും, കടുവ, ആന, ഒരുവിധം എല്ലാം ഉണ്ട്. പിന്നെ കുറേ കുരങ്ങന്മാരെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിർത്താനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ അധികം നേരം നിർത്താൻ പറ്റിയിട്ടില്ല.
പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൂര്യകാന്തി തോട്ടം വരുന്നുണ്ട്. ആ ഒരു സൂര്യകാന്തി തോട്ടത്തിൽ നമുക്ക് ഫോട്ടോസ് അവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ 50 രൂപ, ഒരാൾക്ക് 50 രൂപയോ അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത്. പിന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പ്രത്യേകിച്ച് കാണാൻ അങ്ങനെയൊന്നും ഇല്ലയെന്ന് തോന്നി. കാരണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ച്. അപ്പോൾ എല്ലാവരും റോഡ് സൈഡ് തന്നെ നിന്ന് പുറമേ തന്നെയാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. പിന്നെ ലച്ചൂസും എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നന്ദു, ശ്രീകുട്ടി എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.